ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡും അതുപോലെ തന്നെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. എപ്പിസോഡ് ഇപ്പോഴാണ് വന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്ദ്രനാണെങ്കിൽ വീടിനകത്തേക്ക് കയറ്റിരുത്താണ് വേണു. എന്നിട്ട് പറയുന്നുണ്ട്, ആ പണം വരാൻ കുറച്ച് താമസമുണ്ട്, ഇവിടെ ഇന്ന് ഇരിക്കെ ഞങ്ങൾക്കൊരു ചായ കുടിച്ചിടുമ്പോഴേക്കും പണം വരും എന്ന് പറയാണ്. ജാനകി ജാനകി എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ഇന്ദ്രൻ പുറകിലേക്ക് നോക്കുന്നുണ്ട്. അതെ, പുതിയ വേലക്കാരത്തിയാണ് ജാനകി. ഓ ശരി ശരി എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സേതുവാണ് ജാനകിയായിട്ട് ചായ കൊണ്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സേതുവിന്റെ മുഖമൊന്നും ഇന്ദ്രൻ നോക്കുന്നില്ല, ചായ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോഴേക്ക് വേണു പറയുന്നുണ്ട്, അതെ ഇതാണ് ജാനകി എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്നാണ് ഇന്ദ്രൻ മുഖത്തേക്ക് നോക്കുമ്പോൾ സേതു കേട്ടോ. ആ അതേടാ, ഞാനാ ജാനകി. കാരണം എന്റെ നല്ലൊരു പേര് നീ എടുത്തില്ലേ, നിന്റെ പേര് എനിക്കിടാനേ വളരെ മോശം. അതിനേക്കാൾ നല്ലത് ഞാൻ കടലിൽ പോയി ചാടുന്നതല്ലേ. അതുകൊണ്ട് ജാനകി ആ പേര് ഞാൻ അങ്ങോട്ട് എടുത്തു, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാണ്. ശേഷം അവിടേക്ക് അച്ചു വരുന്നുണ്ട്, ഋതു വരുന്നുണ്ട്, പല്ലവി വരുന്നുണ്ട്, ഹരി വരുന്നുണ്ട്. അപ്പോൾ പല്ലവി പറയുന്നുണ്ട്, സേതുവേട്ടൻ ഇവനെ പെരുമാറണ്ട, ഇവനെ പെരുമാറാനുള്ള അവകാശം ഞങ്ങൾ പെണ്ണുങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് പല്ലവി വലിയൊരു വടി എടുത്തിട്ട് ഇന്ദ്രനെ പിടിച്ചൊരു ഒറ്റ അടി അടിക്കാട്ടോ. അപ്പോഴേക്കും പിന്നെ അച്ചു വരുന്നുണ്ട്, പിന്നെ ഋതു വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇന്ദ്രനെ അടിയോടടിയാണ്. പിന്നീട് അവരവിടെ നിന്നൊക്കെ പിടിച്ചു മാറ്റി. സേതു പിടിച്ച് തല്ലുന്നുണ്ട്. സേതു രണ്ട് കൈയും ഇന്ദ്രനെ പിടിച്ച് പുറകിലേക്ക് പിടിച്ച് കെട്ടുമ്പോഴേക്കും നമ്മുടെ വേണു 2-3 അടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇന്ദ്രനാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ പുറത്തേക്ക് ഒറ്റ ചാട്ടമാണ് ഇട്ട് കത്തി എടുത്ത് പേടിപ്പിക്കുന്നുണ്ട്. നോക്ക്, എന്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ കുത്തിക്കളയും, ഞാൻ കുത്തിക്കളയും എന്ന് പറയുമ്പോൾ ഇത് പറയണ്ട, എങ്കിൽ നീ എന്നെ ആദ്യം കുത്തിടാ, ചാവണമെങ്കിൽ ചാവട്ടെ, എങ്കിലും നിന്നെ ജീവനോട് വിടാൻ ഞാൻ സമ്മതിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞ ഋതു അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും വേണു അവിടേക്ക് തോക്കായിട്ട് വരുവാണ്. എടാ നിന്നെ ഞാൻ കൊല്ലോടാ, എന്റെ കുടുംബജീവൻ തകർത്തവനെ നിന്നെ ഞാൻ കൊല്ലോടാ എന്നൊക്കെ പറയുമ്പോഴേക്കും വേഗം തന്നെ നമ്മുടെ മയൂരി ആണെങ്കിൽ വേണുവിന്റെ കൈ പിടിച്ച് പുറകിലേക്ക് ആക്കുമ്പോ ആ വെടി പൊട്ടുന്നത് ആകാശത്തേക്കാട്ടോ. അത് കേൾക്കുമ്പോ തന്നെ ഇന്ദ്രന്റെ കാര്യം മനസ്സിലായി, ഇവിടെ നിന്ന് തന്നെ വെടി തന്നെ നെഞ്ചത്ത് കൊള്ളുന്നു. ഇന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വേഗം തന്നെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ നാളെ കാണിക്കണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ദ്രൻ നേരെ പോണത് നമ്മുടെ പൊന്നുമടത്തിലേക്കാണ്. പൊന്നുമടത്തിൽ പോയിട്ട് ലക്ഷ്മിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ലക്ഷ്മിയുടെ അടുത്തേക്ക് സേതുവും അതുപോലെ തന്നെ വേണുവും മക്കളും അച്ചുവും ഋതു ഒക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ചേർന്നിട്ട് ലക്ഷ്മി അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ദേ ഈ ഇന്ദ്രൻ ഉണ്ടല്ലോ, ഇവനാണ് ഇതുവരെ സേതുവായിട്ട് അഭിനയിച്ച് നമ്മുടെ മോൾ മയൂരിയുടെ വിവാഹം മുടക്കിയതും തന്റെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ എന്നോട് പറഞ്ഞതും ദേ ഇവനാണ് പേര് മാറ്റി സേതുമാധവൻ എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നത്. ലക്ഷ്മി, താൻ വിചാരിക്കുന്ന പോലെ തന്റെ മോൻ സേതുമാധവൻ പത്തരമാറ്റു പൊന്നാണ്, ഇവൻ നല്ലൊരു ആൺകുട്ടിയാണ് എന്നൊക്കെ വേണു പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. ലക്ഷ്മി സേതുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സേതു പറയുന്നുണ്ട്, പല്ലവി നമുക്ക് പോവാം എന്ന് പറയണം. അങ്ങനെ പല്ലവിനെയും ഋതുവിനെയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് സേതു അവിടെ നിന്ന് പടി ഇറങ്ങാട്ടോ. മഹാലക്ഷ്മി വിളിക്കണമെന്നില്ല, കാരണം കുറ്റബോധം കൊണ്ട് നീർ നിൽക്കാണ് മഹാലക്ഷ്മി. അതേസമയം ഇന്ദ്രന് ഒരുപാട് അടിയൊക്കെ അടിച്ചിട്ട്, പോടാ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്കടാ, ഇനി മേലാൽ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ തലയിട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രൻ അവിടെ നിന്ന് പുറത്തേക്ക് തള്ളുവാട്ടോ. ഗേറ്റിനെ പുറത്തേക്ക് തള്ളി ഗേറ്റ് അടക്കുവാണ് നമ്മുടെ സേതു. അങ്ങനെ ഇന്ദ്രനാണെങ്കിൽ തളർന്നൊടിഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ തുഴഞ്ഞാണെന്നുണ്ടെന്ന് തോന്നുന്നു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ അവിടെ രാജലക്ഷ്മി ഉണ്ട്, പാറുണ്ട്, വിശ്വനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദ്രന്റെ ഈ ഒരു കോലം കാണുമ്പോൾ തന്നെ രാജലക്ഷ്മി വേഗം തന്നെ ഇന്ദ്രന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മോനെ ഇന്ദ്ര, നിനക്ക് എന്തു പറ്റിയടാ? എടാ ഇന്ദ്ര മോനെ എന്തു പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇന്ദ്രന് ആകെപ്പാടെ വല്ലാത്തൊരു ക്ഷീണവും വല്ലാത്തൊരു ബുദ്ധിമുട്ടും. ഇന്ദ്രൻ അപ്പൊ തന്നെ രാജലക്ഷ്മിയുടെ മേത്തേക്ക് കുഴഞ്ഞു വീഴുവാട്ടോ. അയ്യോ വിശ്വ, മോൻ വീണല്ലോ എന്നൊക്കെ പറയുമ്പോൾ വിശ്വനും അയ്യോ ഏട്ടാ എഴുന്നേക്ക് എന്ന് പറയണം. പാറു ആകെ ഷോക്കായി പോവാട്ടോ. ഇന്ദ്രൻ എഴുന്നേക്കുന്നേ ഇല്ല. അപ്പൊ വിശ്വനാണെങ്കിൽ അമ്മേ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇന്ദ്രനാണെങ്കിൽ മരിച്ച പോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇന്ദ്രൻ വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല. അതേസമയം നമ്മുടെ സേതു ആണെങ്കിൽ ആകെ വിഷമിച്ച് വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് പല്ലവി എടുത്ത് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്നെ വിളിച്ചില്ലല്ലോ പല്ലവി, അമ്മക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യം തന്നെയാണോ? അമ്മ എന്താ പല്ലവി എന്നെ സ്നേഹിക്കാത്തത്? എന്നെ സ്നേഹിക്കാത്തതിന് കാരണം എന്താ പല്ലവി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് സംസാരിക്കുകയാണ് പല്ലവി എടുത്ത് സേതു. ഇതെല്ലാം തന്നെ പൂർണിമ കേൾക്കുന്നുണ്ടോ. പൂർണിമക്കും ആകെ വിഷമമാണ്. ശേഷം പൂർണിമ സേതുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മോനെ, ഞാനില്ലേ നിനക്ക്, ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ലെന്നല്ലേ ഉള്ളൂ, നോക്ക് ഞാൻ നിന്നെ മോനെ പോലെയല്ലേ കണ്ടത്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, നിനക്ക് എൻ്റെ മോനായിട്ട് ഇവിടെ നിന്നൂടെടാ, എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ് സേതു, നീ ഇവിടെ നിൽക്ക് മോനെ എന്നൊക്കെ പറയാണ് പൂർണിമ. അത് കാണുമ്പോഴേക്ക് സേതു പറയണ്ട, അമ്മ എന്താ വിചാരിച്ചത് എൻ്റെ പെറ്റമ്മയാണ് എനിക്ക് ഏറ്റവും വലുതെന്നോ? ഒരിക്കലും ഇല്ല അമ്മേ, ഞാൻ ഏറ്റവും കൂടുതൽ ആരടുത്താണ്, എൻ്റെ അമ്മമാരിലെ ആർത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹവും ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പൂർണിമാമ്മയുടെ പേരേ പറയത്തുള്ളൂ. പക്ഷെ പെറ്റമ്മ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അമ്മേ, ആ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് തെറ്റിദ്ധാരണ മാറ്റിയിട്ട്
പോലും അമ്മ എൻ്റെ അടുത്തേക്ക് വന്നില്ലല്ലോ, അതാലോചിച്ചിട്ട് മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ. ചെറുപ്പത്തിൽ എന്നെ ഉപേക്ഷിച്ചു പോയ അതേ വാശിയും വൈരാഗ്യം തന്നെയാണ് അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും. അമ്മ വാശി കയറി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, തിരിച്ചു വരില്ല. ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് മനസ്സിലായിട്ട് പോലും അമ്മ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലല്ലോ, ആ ഒരു വിഷമ പൂർണിമാമ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സേതു കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അതേ സമയത്ത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേണു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തൻ്റെ കുടുംബജീവിതവും നശിഞ്ഞ് ലക്ഷ്മിയും കൈവിട്ടു പോയി. ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആകെപ്പാടെ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ. താൻ ലക്ഷ്മിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്ത്, കുറ്റപ്പെടുത്താൻ മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട് ലക്ഷ്മി. പഴയ കാലത്തെ കഥകളൊക്കെ മറച്ചു വെച്ചിട്ടല്ലേ ഇവരെ വിവാഹം കഴിച്ചത്, അപ്പൊ അതൊരു തെറ്റ് തന്നെയാണല്ലോ. അപ്പൊ വേണുവിന് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, കാരണം വേണു ചെറിയ നുണ പോലും സഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ വേണു വിചാരിക്കുകയാണ്, എന്തായാലും മഹാലക്ഷ്മിക്ക് ഒരു മോനുണ്ട്, സേതുമാധവൻ. അവൻ ഇനി എൻ്റെ മോളുടെയും ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഋതുവിനെയും അച്ചുവിനെയൊക്കെ പോലെ തന്നെ അവൻ മയൂരിനെ സ്നേഹിച്ച് മയൂരിയുടെ കൂടെ നിന്നോളും. അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ട് അവളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തോളും. ഞാൻ ഈ ലോകത്തിന് വേണ്ട ഇങ്ങനെ കുറ്റബോധവും താങ്ങി ഇങ്ങനെ ഒരു ഇതുമില്ലാത്ത ലൈഫും വെച്ചോണ്ട് എന്തിനെ ഇങ്ങനെ ജീവിക്കണത് എന്ന് വേണു തനിയെ മനസ്സിലാക്കി കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് തലക്ക് നേരെ വെക്കുവാട്ടോ. തനിയെ മരിക്കാം, ആത്മഹത്യ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വേണു കണ്ണടച്ചുകൊണ്ട് ആ വെടി പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങാണ്. അതായത് തന്നെത്താനെ തോക്ക് വെച്ച് വെടിവെച്ച് മരിക്കാൻ പോവാണ് വേണു. ആ ഒരു ഭാഗത്തോടെയാണ് നമ്മുടെ പ്രൊമോ തീരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ദ്രൻ എന്ത് സംഭവിച്ചു, ഇനി വേണുവിന് എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ വേണ്ടി പോണത്. എന്തായാലും സേതും പല്ലവിയും ഋതുവും അച്ചു ഒക്കെ തന്നെ പഴയ വീട്ടിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോയിരിക്കുന്നത് കേട്ടോ. അവിടെ തന്നെയാണ് അവര് നിൽക്കുന്നതും. പക്ഷേ സേതുവിന്റെ മനസ്സിൽ അമ്മ തന്നെ വിളിച്ചില്ലല്ലോ, തന്നോട് മാപ്പ് പറയൊന്നും വേണ്ട, എങ്കിലും തന്നെ മോനെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് അടുത്തേക്കൊന്നിരുന്നൂടെ, അതുപോലും തൻ്റെ അമ്മ ചെയ്തില്ലല്ലോ എന്നൊരു കുറ്റബോധം നന്നായിട്ടുണ്ട് സേതുവിന് കേട്ടോ. പൂർണിമ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സേതുവിന്റെ മനസ്സിന് അതൊന്നും പാടെ പോകുന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ പൂർണിമയുടെ പൊന്നാര ആങ്ങളയുണ്ടല്ലോ, അവനെ ആണെങ്കിൽ പൂർണിമ നല്ല രീതിയിൽ അടിച്ചോടിക്കുന്നുണ്ട്. കാരണം അവനും ഇന്ദ്രനും കൂടി സംസാരിക്കണ ഫോൺ സംഭാഷണം നമ്മുടെ പൂർണിമ ഇന്നത്തെ എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ട്. തൻ്റെ ചേച്ചിനെക്കാളും കടപ്പാട് തനിക്ക് ഇന്ദ്രനോടാണെന്ന് അനിയൻ പറഞ്ഞ വാക്കുകൾ കേട്ട് പൂർണിമ ചൂലെടുത്തിട്ട് നമ്മുടെ പൂർണിമയുടെ അനിയനെ അടിച്ചോടിക്കാട്ടോ. അയാൾ അവിടെ നിന്ന് നട്ടം തിരിഞ്ഞ് ഓടിപ്പോകുന്നു. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഇനി അങ്ങോട്ട് വരാൻ പോണത്. എന്തായാലും ഇന്ദ്രന് ചെറിയൊരു മാറ്റം അത് സംഭവിച്ചിട്ടുണ്ടാവായിരിക്കാം. അതായിരിക്കും ഈ ക്ഷീണവും തളർച്ചയൊക്കെ ആയിട്ട് കുഴഞ്ഞു വീണത്. ഇനി അതോ ഇന്ദ്രന്റെ വല്ല മരണവും സംഭവങ്ങളൊക്കെ ആണോ, ഇന്ദ്രനാണോ വേണുവാണോ മരിക്കണത്, അതും നമുക്ക് അടുത്ത ആഴ്ച തന്നെ കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നീട് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് സ്നേഹക്കൂടെന്ന് പറഞ്ഞ ഈ സീരിയലാണോ അതോ ഇഷ്ടം മാത്രം എന്ന് പറയുന്ന സീരിയലാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.